അപ്പോൾ ഇവിടെ നമുക്ക് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹാഫ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 4 ഈക്വൽ ടു 2-ൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഹാഫ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 4 ഇനി റൈറ്റ് സൈഡിൽ കിടക്കുന്ന 2-നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന ഫോമിലേക്ക് വരും. ഇപ്പോൾ ഇവിടെ കോയിഫിഷ്യൻ്റ് ഈ ഹാഫ് എന്ന് പറയുന്നത് മാറ്റുന്നതിന് വേണ്ടി എല്ലാ പദങ്ങളിലും നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, എല്ലാ പദങ്ങളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന ടേമിലേക്ക് വരും. ഇതെന്ന് പറയുന്നത് ഈ ഇക്വേഷൻ കിടക്കുന്നത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിലാണ്. a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ എന്ന ഫോമിലാണ്. അപ്പോൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആകുമ്പം x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ വരും. അത് അതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ x ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ ഇവിടെ x എന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ വശമുള്ള ഒരു ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ക്യൂബിന് 6 തുല്യ സമചതുര മുഖങ്ങളാണുള്ളത്. ഒരു ക്യൂബിന് 6 സമചതുര മുഖങ്ങളാണുള്ളത്. അതിൽ ഒരു സമചതുര മുഖത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് a സ്ക്വയർ ആണ്. അപ്പോൾ 6 സമചതുര മുഖത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 6a സ്ക്വയർ ആണ്. അപ്പോൾ ഒരു ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 6a സ്ക്വയർ ആണ്.